സ്കൂളുകളിൽ ലഹരി പോലെ പടർന്നു പിടിക്കുകയാണ് വിദ്യാർത്ഥികളുടെ തല്ലുമാല. കൂട്ടത്തല്ലുകൾ സ്ഥിരം സംഭവങ്ങളാകുന്നു. കൂട്ടുകാരെ തല്ലാൻ നഞ്ചക്കും മാരകായുധങ്ങളും ഉപയോഗിക്കുന്ന കുട്ടികൾ. പറവൂരിൽ വിദ്യാർത്ഥികൾ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഏറ്റുമുട്ടിയത് നഞ്ചക്ക് ഉപയോഗിച്ചാണ്. കാസർഗോഡ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ 10ാം ക്ലാസ്സുകാർ വളഞ്ഞിട്ട് ആക്രമിച്ചു. മലപ്പുറം കൊണ്ടോട്ടിയിലും വിദ്യാർത്ഥികളുടെ ഏറ്റുമുട്ടലുണ്ടായി. ഈ വാർത്തകളാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. അല്ലേ മോനെ 23-ാം തീയതി പിന്നെ ടർഫിലേക്ക് കളിക്കാൻ പോകുന്നത് പറഞ്ഞു. ടർഫിലേക്ക് കളിക്കാൻ പോകുന്നപ്പോൾ ഞാൻ പോകണ്ട, പരീക്ഷയല്ലേ പിറ്റേ ദിവസം. അല്ല, ഞാൻ 1 മണിക്കൂറിനുള്ളിൽ വേഗം വരാൻ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കാഞ്ഞങ്ങാടേക്ക് പോകുന്നുണ്ടായത്, ഞാനും ഭർത്താവും. അപ്പോൾ ഒരു കോൾ വന്നു, പിന്നെ നിങ്ങളെ കുട്ടിക്ക് ഇങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് കാണാം. അപ്പോൾ കുട്ടീനെ അവിടെ കിടത്തിയിട്ടുണ്ട്, ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോയത്, ആംബുലൻസ് വരാൻ വേണ്ടിയിട്ട് കിടത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടി നേരെ പോയത് ദീപ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്ന് ഇത്ര എമൗണ്ട് ആവും പെട്ടെന്ന് ഓപ്പറേഷന്. അപ്പോൾ ഞങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ നിന്ന് നേരെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോയി. ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് അവരൊന്നും ഇത് പരിയാരത്തെ കൊണ്ടുപോകണം. പരിയാരത്ത് ഇവനവിടെ കളി നോക്കിക്കൊണ്ടിരിക്കും. 9ാമത്തെ 10ാമത്തെ കുട്ടികൾ തല്ലാക്കുന്നുണ്ട്. കളിച്ചിട്ട് അവർ തല്ലാക്കുന്നുണ്ട്. ഇവർ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞത്. 10ാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടി പിന്നെ ഇവൻ്റെ തോളിൽ കയറ്റി നീ അതിലേ പോകണ്ട, അതിലെ പോലീസ് വരും, പിന്നെ നമുക്ക് ഇതിലേ പോകാനിട്ട് ഇവനെ കൂട്ടിയിട്ട് പോയി. അപ്പോൾ ഞാനും തല്ലുന്നില്ലല്ലോ, ഞാൻ നേരെ വീട്ടിലേക്കല്ല പോകുന്നത്, പിന്നെ എന്നെന്തിനാ പോലീസ് പിടിക്കുന്നത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട നമുക്ക് ഇതിലേ പോകാമെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ കൂട്ടിയിട്ട് പോയതാണ്. കുട്ടീനെ കൂട്ടി പോയിട്ട് പുറകുന്ന് തലക്കടിച്ചു, പിന്നെ പുറത്തേക്ക് അടിച്ചു, ചവിട്ടി. അവിടെ നിന്നാണ് വലിയ ഒരാളുടെ ഹൈറ്റുള്ള വരമ്പിൽ നിന്ന് കുട്ടീനെ തള്ളി താഴെ ഇട്ടിട്ട് അവർ തച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്ന രംഗമാണ് ഉണ്ടായത്. കാസർഗോഡ് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനത്തിനിരയായ വിദ്യാർത്ഥിയുടെ അമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. ടർഫിൽ കളി കാണാനെത്തിയ വിദ്യാർത്ഥിയുടെ കാലിൻ്റെ എല്ല് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ തകർന്നു. കാസർഗോഡ് പള്ളിക്കര സ്വദേശി വിശാൽ കൃഷ്ണനാണ് ആക്രമണത്തിന് ഇരയായത്. വയറ്റിൽ കത്തുകയറ്റുമെന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. കെ വി ബൈജു ചേരുന്നു വിശദാംശങ്ങളുമായി. ബൈജു, നമ്മളിത് കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത കേരളമേറെ നടുക്കത്തോടെ കേട്ടതാണ്. അതിനുശേഷം ഈ ഓരോ സ്കൂളുകളിലും നടക്കുന്ന ഈ കൂട്ടത്തല്ലിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കാസർഗോഡ് 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമായ മർദ്ദനത്തിൽ, അതായത് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ക്രൂരമായ മർദ്ദനത്തിൽ കാലിൻ്റെ എല്ലൊടിയുന്ന സാഹചര്യം പോലും ഉണ്ടായത്. എന്നായിരുന്നു ഈ സംഭവം? ഇതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നോ നടപടി ഉണ്ടായിട്ടുണ്ടോ? ടോമെ, നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നിരന്തരം ചോദിക്കേണ്ടി വരുന്നു. അതിനിടയിലാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കാസർഗോഡ് നിന്നും ഇത്തരത്തിലുള്ള ഒരു വാർത്ത കൂടി വരുന്നത്. ഇത് പള്ളിക്കര തെക്കേക്കുന്നിലെ വിശാഖ എന്ന് പറയുന്ന 9ാം തരം വിദ്യാർത്ഥിയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചത്. അതായത് ഇവർ പറയുന്നത് 23-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. കഴിഞ്ഞ മാസം 23-ാം തീയതി ഈ കുട്ടി ഇവിടെ ഒരു കാഞ്ഞങ്ങാടിനടുത്തുള്ള ഒരു സ്ഥലത്ത് ടർഫ് ഫുട്ബോൾ കളി കാണാൻ പോവുകയും അവിടെ നിന്നും ഈ 2 10ാം ക്ലാസ് അതേ സ്കൂളിലെ കുട്ടികളാണ് മറ്റൊരു കുട്ടിയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കും. പിന്നീട് 6 അടി താഴ്ചയുള്ള ഒരു കൊക്കയിലേക്ക് കുട്ടിയെ തള്ളി താഴെയെടുത്ത സാഹചര്യമാണ് ഉണ്ടായത്. അതോടുകൂടി ഈ കാല് ഒടിയുന്ന സംഭവം ഉണ്ടായത്. ഏതായാലും ഇവരുടെ മറ്റൊരു പരാതി ഈ പോലീസ് എത്തിയിട്ട് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ സഹായിച്ചിട്ടില്ല. വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ എത്തിയതിനു ശേഷം അമ്മയും അതുപോലെ തന്നെ അച്ഛനും എത്തിയതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പോലും. എന്തായാലും ഇപ്പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്നു. 2 എല്ലുകളാണ് ഈ കുട്ടിയുടെ പൊട്ടിയിട്ടുള്ളത്. ആ 2 എല്ലിന്റെയും ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് 2 വിദ്യാർത്ഥികൾക്കെതിരെ, അതായത് സഹപാഠികളായ 2 വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ പോലീസ് നടപടി സ്വീകരിക്കുമ്പോഴും ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ കുട്ടിക്ക് ഈ 9ാം തരത്തിലെ പരീക്ഷ എഴുതാൻ പോലും ഈ ഒരു സംഭവം കൊണ്ട് സാധിക്കാത്തൊരവസ്ഥയും ഉണ്ടായി. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച മറ്റൊരു വാർത്തയുണ്ടായത്. ഈ സെന്റ് ഓഫ് പാർട്ടിയിൽ കഞ്ചാവ് ഇത്തരത്തിൽ ഉപയോഗിച്ച് ആ ഒരു വാർത്ത, അത്
ആ രീതിയിൽ പോലീസ് വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്ത അല്ലെങ്കിൽ കണ്ട ഒരു കേസാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി പുറത്തു വരുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. അപ്പോഴും 9ാം തരത്തിലും 10ാം തരത്തിലും പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഇത്തരത്തിൽ ടോമൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തല്ലുമാല എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അത്തരത്തിൽ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചായാലും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ഈ കുട്ടിയെ അതുപോലെ തന്നെ കുത്തിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിന് സംഭവത്തിന് കാരണമായി പറയുന്നത് ഇപ്പോൾ ഈ മർദ്ദനത്തിനിരയായ കുട്ടിയുടെ സഹോദരൻ പൃഥ്വി എന്ന് പറയുന്ന സഹോദരനെ 10ാം ക്ലാസ് പഠിക്കുന്ന സഹോദരനെ ഈ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള ഒരു വിരോധമാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു മർദ്ദനത്തിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. അതായത് വളരെ നിസ്സാരമായ വാക്കുതർക്കങ്ങൾ പോലും അല്ലെങ്കിൽ നിസ്സാരമായ പ്രശ്നങ്ങൾ പോലും ഇത്തരത്തിൽ വലിയ കേസുകളിലൊക്കെ ഉൾപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ് കാസർകോട്ടെ ഈ സംഭവം സൂചിപ്പിക്കുന്നത്. എന്തായാലും ഹോസ്റ്റർ പോലീസ് സംഭവത്തിൽ കാരണം പണ്ടും സ്കൂളുകളില് ഇതുപോലെ കുട്ടികൾ തമ്മിലുള്ള കൂട്ടയടിയൊക്കെ തല്ലുകൾ സംഘർഷമൊക്കെ പതിവായി ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇന്ന് അതിന്റെ സ്വഭാവം മാറുന്നു. ഈ ഒരു വിദ്യാർത്ഥിയുടെ കാല് തല്ലി ഒടിക്കുന്നു, ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു. അതാണ് പരിശോധിക്കേണ്ട ഒരു വിഷയം. ഇവിടെ ലഹരിയാണ് ഒരു പ്രധാന വില്ലൻ, അല്ലെങ്കിൽ സിനിമയാണ്. അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതുപോലെ ആക്രമണങ്ങൾ സ്കൂളുകളിലൊക്കെ ഈ തല്ലുമാലയും സംഘർഷവും ഒക്കെ ഉണ്ടാകുന്നതെന്ന് പല രീതിയിൽ ആക്ഷേപങ്ങളൊക്കെ ഉയരുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ യഥാർത്ഥ ഒരു വസ്തുത പരിശോധിക്കേണ്ടതാണ്. ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ, കാസർഗോഡ് മർദ്ദനമേറ്റ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ആക്രമിച്ച കുട്ടികൾ, അവരുടെ ഒരു സ്വഭാവം, അവരുടെ ഒരു പശ്ചാത്തലം അതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു ലഹരിക്ക് അടിമകളോ അതല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ ആണോ വിദ്യാർത്ഥികൾ? ഈ കാര്യത്തിൽ ഹോസ്റ്റൂർ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഹോസ്റ്റൂർ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചതായാണ് പോലീസ് പറയുന്നത്. ഇന്നാണ് ഇതിന് അല്പസമയം മുമ്പാണ് ഈ സംഭവത്തിൽ കേസ് പോലും എടുത്തിരിക്കുന്നത്. അതായത് 23ാം തീയതി കഴിഞ്ഞൊരു സംഭവമാണ്. പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ പോലീസ് നടപടി വൈകുന്നതും ഇതിന് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരം പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ ഉണ്ടായാൽ വളരെ പെട്ടെന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ഇത് ഒരു ടർഫാണ്, ഫുട്ബോൾ മത്സരമാണ്. ഫുട്ബോൾ മത്സരത്തിൽ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിലാണ് ഇത്തരത്തിൽ പ്രശ്നമുണ്ടായത്. ഇതിൽ വല്ല ലഹരിയും സംഘങ്ങളോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുള്ള മറ്റേന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് സ്കൂൾ പരിസരങ്ങളിൽ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നു, എക്സൈസിന്റെ പരിശോധന ഉണ്ടായിരുന്നു, സംയുക്തമായ പരിശോധനയാണ്. ഇന്നും ഇത്തരത്തിൽ വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. അപ്പോഴും ഇത്തരം പരിശോധന നടക്കുമ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ വീണ്ടും ഈ സംഘർഷം ഉണ്ടാകുന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. രക്ഷിതാക്കളെ സംബന്ധിച്ചായാലും അതുപോലെ തന്നെ അധ്യാപകരെ സംബന്ധിച്ചായാലും വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അത് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നേരത്തെയും ഇത്തരത്തിൽ സംഘർഷങ്ങൾ സ്കൂൾ കേന്ദ്രീകരിച്ചും കോളേജ് കേന്ദ്രീകരിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് സ്വന്തം സഹപാഠിയെ തന്നെ കുത്തിക്കൊലപ്പെടുത്തുമെന്ന രീതിയിൽ ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു, വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്നു എന്നാണ് ഇതിൽ വാസ്തവം. എന്നാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി സംബന്ധിച്ച് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. നിലവിൽ 2 കുട്ടികൾക്കെതിരെ മാത്രമാണ് കാസർഗോഡ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കുട്ടി ഇപ്പോഴും ശസ്ത്രക്രിയ കഴിഞ്ഞ് 4 മാസത്തോളം വിശ്രമിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. 2 എല്ലുകളാണ് ഈ കുട്ടിയുടെ പൊട്ടിയിട്ടുള്ളത്. കാലിലെ 2 എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. അത് വിദഗ്ധ ശസ്ത്രക്രിയയിലൂടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീട്ടിലിപ്പോൾ എത്തിയിട്ടുള്ളത് കുട്ടി. ഈ അമ്മയും പറയുന്നതിന് വലിയ പ്രകോപനമോ വലിയ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. അതായത് 6 അടിയോളം വലിയ താഴ്ചയിലുള്ള ഒരു കൊക്കയിലേക്ക് തള്ളിയിടുന്ന സാഹചര്യം, ഒരു പക്ഷേ ജീവൻ തന്നെ പോയേക്കാവുന്ന ഒരു സാഹചര്യം പോലും ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പോലും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ശക്തമായ നടപടിയുമായി രംഗത്ത് വന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ചേർന്നാണ് കാസർഗോഡ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. ഇതിൽ 2 പേർക്കെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്കൂളിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ നിയമപരമായ നടപടിയും ഈ ക്രിമിനൽ സ്വഭാവമുള്ള വിദ്യാർത്ഥികൾക്കെതിരെ സ്വീകരിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ കൗൺസിലിങ്ങിന് വിധേയരാക്കുക, മറ്റെന്തെങ്കിലും ഈ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് അല്ലെങ്കിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് ഇനി അവർ പോകാതിരിക്കാൻ, ഇവിടെ നാളെ അല്ലെങ്കിൽ ഭാവിയിലൊരു ഗുണ്ടാ പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികൾ വഴിമാറിപ്പോകാതിരിക്കാൻ അവരെ ഇപ്പോൾ തന്നെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ്.